കല്യാണം കഴിഞ്ഞതിന് ശേഷം പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഇത്രമാത്രം ലിനിയെ സ്നേഹിച്ചോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട് പല ആൾക്കാരും. അതിൻ്റെ ഒരു മെൻറ്റാലിറ്റി എന്താണെന്ന് എനിക്കിപ്പോൾ അറിയില്ല. സെക്കൻഡ് മാരേജും കാര്യമായതുകൊണ്ട് എവിടെന്നെങ്കിലും ഒരു രജിസ്റ്റർ വിവാഹം മതി എന്നുള്ള രീതിയിലായിരുന്നു. പല ആൾക്കാർ അത് എന്നോടും പറഞ്ഞിട്ടുണ്ട്. എനിക്കും പ്രതിഭയ്ക്കും നിർബന്ധമായിരുന്നു. ഞങ്ങളുടെ മക്കൾ, കാരണം അവരാണ് ഇനി ഞങ്ങളുടെ താങ്ങ്. അപ്പോൾ അവരെ മുൻനിർത്തി അവരെ കൈപിടിച്ച് തന്നിട്ട് വേണം ഞങ്ങൾക്ക് കല്യാണം കഴിക്കണം എന്നുള്ള രീതി. അപ്പോൾ അങ്ങനെയാണ് മക്കളെ മുൻനിർത്തി തന്നെയാണ് ഞങ്ങളെ കല്യാണം കഴിഞ്ഞ ശേഷം ഈ 3 മക്കളെയും പിടിച്ചിട്ടാണ് അമ്പലം പ്രദക്ഷിണം ചെയ്തത്. അപ്പോൾ അതൊക്കെ ഞങ്ങളുടെ മനസ്സിൽ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. സ്വന്തം മക്കളെ പോലെ നോക്കണം എന്നാണ് പ്രതിഭയുടെ എല്ലാവരും, അതായത് ഈവൻ കമൻറ്റിലെ ആൾക്കാരൊക്കെ പറയുന്നത് മക്കളെ സ്വന്തം മക്കളെ പോലെ തന്നെ ചെയ്യണം. ഞാനും പ്രതിഭയും തമ്മിലുള്ള ചില വീഡിയോസൊക്കെ വരുന്ന സമയത്താണ് ആൾക്കാർക്ക് പെട്ടെന്ന് അതിനെതിരെ പറയാനുള്ള തോന്നുക. ഇപ്പോൾ നിങ്ങൾ ചില വീഡിയോയിൽ ഇതുപോലെ ആയിരുന്നോ നിങ്ങൾ പണ്ട് ഇങ്ങനെ അല്ലായിരുന്നോ, ഇപ്പോൾ എന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ മക്കള് പ്രതിഭ കുഞ്ഞുവിനും സിദ്ധുവിനെയും സ്വന്തം മക്കളായിട്ടാണ് കാണുന്നത്. ആ സ്വന്തം മക്കളായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് ഞാൻ കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ കൂടിയാണ്. പ്രതിഭേൻ്റെ മോളിൽ നിന്നല്ല, എൻ്റെ മോൾക്ക്, അതായത് ദേവുവിനും കൂടി ഞാൻ കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ അതേ തന്നെയാണ് അവൾ മക്കൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ സ്നേഹം ഒരിക്കലും ഒഴിവാക്കിക്കൊണ്ട് മക്കളെ സ്നേഹിക്കണം എന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ മക്കളെ മാത്രം സ്നേഹിച്ചിട്ട് ഞങ്ങൾക്ക് പ്രതിഭയെ മാറ്റി നിർത്താനും പറ്റില്ല. ഞാനൊരു ഡിവോഴ്സായി വന്ന ആളാണ്. ഒരുപാട് സഫർ ചെയ്തിട്ട് നമ്മളിവിടെ എത്തിയത്. അപ്പോൾ ഇപ്പം ഞാൻ വിചാരിക്കാം അത് കുറച്ച് നേരത്തെ ആയില്ല എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് ചില സമയത്ത്. ഞാൻ സഹിച്ചു ഒരുപാട് കഷ്ടപ്പാട് ഇങ്ങനെ സഹിച്ച് നമ്മൾ ലൈഫ് ഒരിക്കലും സ്പോയിലാക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതുപോലെ തന്നെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടിക്കരുത്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടിക്കില്ലാതെ നമ്മളെ ലൈഫ് സേഫായിട്ട് മുന്നോട്ട് പോകും. ആൾക്കാർക്കൊരിതുണ്ട്, സെക്കൻഡ് മാരേജ് അല്ലെങ്കിൽ രണ്ടാനമ്മ. നമ്മൾ പഴയ സിനിമയിലൊക്കെ കാണുന്ന രണ്ടാനമ്മ ഈ ചട്ടുക വെച്ച് പൊള്ളിക്കുന്നത് അതാണ് എപ്പോഴും കൺസെപ്റ്റ്. അവരെന്ത് വന്നാലും അത് മാറില്ല. പക്ഷെ അങ്ങനെയില്ല, അമ്മമാരുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ കേൾക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട്. അത് സ്വന്തം അമ്മയാണ്, സ്വന്തം അമ്മമാരങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ ഇതിൽ എന്ത് വ്യത്യാസമുള്ളത് രണ്ടാനമ്മ എന്നുള്ളതിൽ? എങ്ങനെ ലിൻസി സ്പ്രൗഡ് എങ്ങനെ നോക്കി എങ്ങനെ നിന്നു ആ സെയിം തന്നെ. അല്ലെങ്കിൽ നീ അങ്ങനെയല്ലേ, എൻ്റെ മക്കളെ അമ്മയാണത്, അല്ലെങ്കിൽ ഇനി നീ എന്നോട് അങ്ങനെയുള്ളൂ. അങ്ങനെ ഒരിക്കലും ഇന്ന് വരെ എന്നോട് അങ്ങനെ ഒരു രീതിയിൽ പറഞ്ഞിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല, പെരുമാറിയിട്ടുമില്ല. ഈ മരിച്ചതിന് ശേഷമൊക്കെ എല്ലാ ഡീറ്റെയിൽസും അവർക്ക് രണ്ടാൾക്കും അറിയാം. എനിക്ക് അവരെ അറിയിച്ചിട്ട് മാത്രമേ എനിക്ക് മുന്നോട്ടൊരു ലൈഫിലേക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം അവരാണ് എൻ്റെ കൂടെ വേണ്ടത്. ഇപ്പോൾ ഒരാളെ കാണിച്ച് ഇനി ഇതാണ് അമ്മ എന്ന് പറയണമെങ്കിൽ അതെനിക്ക് അത്രമാത്രം പ്രിയപ്പെട്ടതായിരിക്കണം. ഞാൻ പറഞ്ഞ അതിന് ശേഷം അന്ന് മുതൽ തന്നെ പ്രതിഭയെ അമ്മയെന്ന് തന്നെയാണ് വിളിക്കാറ്. അത് തന്നെയാണ് അതിൻ്റെ ഒരു തുടക്കം. എൻ്റെ നേളായിട്ട് എപ്പോഴും ലിനി ഉണ്ടാവും. അമ്മയായിട്ട് തന്നെയാണല്ലോ നിങ്ങൾ രണ്ടുപേരും കാണുന്നത്. എത്രത്തോളം കണക്റ്റഡ് ആണ് അമ്മയായിട്ട്, പ്രതിഭമ്മയായിട്ട്? ഇപ്പൊ ഇവര് കമന്റ്സ് വായിക്കാറുണ്ട് സോഷ്യൽ മീഡിയയിലെ കുട്ടികളൊക്കെ ആക്റ്റീവ് ആണല്ലോ. നിങ്ങൾ കമന്റ്സ് വായിച്ച് അവര് വന്നിട്ട് പറയാറുണ്ടോ ഇത്തരത്തിലുള്ള കമന്റ്സ് വന്നു എന്ന രീതിയിലൊക്കെ? കമന്റ്സ് ഒക്കെ ഇപ്പൊ അവര് വായിക്കും. അതെ, നെഗറ്റീവ് കമന്റ്സ് കെയർ ചെയ്യില്ല, അവോയ്ഡ് ചെയ്യും. നല്ല കമന്റ്സ് ഒക്കെ വായിക്കും, അത് അമ്മേനോടും അച്ഛനോടൊക്കെ പറയും. പിന്നെ രണ്ടുപേരും വളരെ ബോൾഡ് ആയിട്ടുള്ള 2 കുട്ടികളാണ്. നിങ്ങൾ അങ്ങനെ സ്ട്രോങ് ആയിട്ട് തന്നെ രണ്ടുപേരും വളർത്തുന്നതെന്ന് തോന്നുന്നു അല്ലേ? അതെന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ലൈഫിൽ ഇപ്പം ഇവരെ നമ്മളെ 5 ആളിൽ ഏതെങ്കിലും ഒരാൾ മാറിയാൽ നമ്മളെ എടുത്ത് കെട്ടിപ്പോണ്ടോന്ന് ഈ ഒരു ഫാമിലി പോകും. ശരി. അപ്പം അത് മോളായാലും കുഞ്ഞുമായാലും സിദ്ധു ആയാലും ഒക്കെ തന്നെ. അപ്പോൾ ഞാൻ ഇവരോട് ഇപ്പം 4ാമത്തെ കൊല്ലമാണ് ഇപ്പോൾ ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ അപ്പം തൊട്ട് പറയലുണ്ട്, നമ്മളെ 5 ആള്, നമ്മളെ 5 ആൾക്ക് നമ്മൾ 5 ആളേ ഉള്ളൂ എന്നുള്ളൊരു ഇതിൽ തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ബോൾഡായി നിൽക്കണം. ഇല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞു തരാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ അവർക്കൊന്നും നഷ്ടപ്പെടാനും ഉണ്ടാവില്ല. നെഗറ്റീവ് കമന്റ് ഇടുന്ന ഇപ്പം പറഞ്ഞ സൈഷേട്ടൻ പറഞ്ഞ പോലെ തന്നെ ആദ്യമൊക്കെ ഞാൻ ശരിക്കും മതി ഇത് നിർത്തുക. കാരണം പിന്നെ എൻ്റെ മൈൻഡിൽ തന്നെ തോന്നാൻ തുടങ്ങി, ഞാൻ ജീവിത അവസാനം വരെ ഞാൻ എപ്പോഴും ഇത് തന്നെയായിരിക്കും, ഞാൻ സെക്കൻഡ് മദർ, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല.
ലൈഫിൽ സൈഷേടൻ്റെയും എപ്പം 2ാം സ്ഥാനം. എന്ത് ചെയ്ത് എനിക്ക് എൻ്റെ കഴിഞ്ഞ ലൈഫ് എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട് യൂട്യൂബ് തുടങ്ങിയ സമയത്ത്. പിന്നെ സൈഡേടൻ പറഞ്ഞ പോലെ ഈ ഇങ്ങനെ തന്നെ പോയിക്കോ, ഇതിനൊരു മാറ്റം വരും എന്ന് പറഞ്ഞ പോലെ ഞാൻ എൻ്റെ എല്ലാവരും പറയുന്നത് വെച്ചാൽ ഇത് പോയാൽ 2 ആഴ്ച അല്ലെ 1 മാസം കഴിഞ്ഞാൽ അത്രത്തോളം ഓരോരുത്തർക്ക് അഭിനയിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, അതായത് ക്യാമറേൻ്റെ മുന്നിൽ നമ്മൾ ഈ വീഡിയോസിൽ ഇതിലൂടെ അഭിനയിക്കുകയാണ് ഏറ്റവും കൂടുതൽ കമന്റ്സ് വരുന്നു അതാണ്, അഭിനയിക്കുകയാണ്, അത്രയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന്. അപ്പം ഇപ്പം 4 കൊല്ലമായി. അപ്പം ഞാൻ പറഞ്ഞു 4 കൊല്ലമൊക്കെ ഞാൻ അഭിനയിക്കണമെങ്കിൽ എനിക്ക് ഓസ്കാർ അവാർഡില്ല കിട്ടും, ഇത്രയും നല്ലോണം തന്നെ അഭിനയിച്ച് പോകണമെങ്കിൽ. അപ്പം അപ്പം ആ സമയത്ത് അതുപോലെ തന്നെ പോയി, വേറെ ഒന്നും ഒരു മാറ്റമൊന്നും വരുത്തിയില്ല. നമ്മളെങ്ങനെയാണോ അത് തന്നെയാണ് നമ്മളെ ലൈഫിൽ വീഡിയോസിലൊക്കെ. അപ്പം അങ്ങനെ തന്നെ പോയ സമയത്ത് പിന്നെ എല്ലാവർക്കും എന്തിന് നമ്മൾ എതിർത്ത് നമ്മളെ ഫാമിലി തന്നെ ഉണ്ടല്ലേ ചേട്ടാ, ഫാമിലിയിൽ തന്നെയുള്ള ആൾക്കാർക്ക് തന്നെ തോന്നി ഇതിലൊരു മാറ്റമില്ല, ഇവരുടെ ജീവിതം തന്നെയാണ്, ഇതിൽ ഒന്നും അധികമായിട്ട് കാണിക്കുന്നില്ല എന്നൊക്കെയുള്ളൊരു തോന്നലിന് പിന്നെ അത് നെഗറ്റീവ് പോസിറ്റീവായി മാറിയിട്ടാണ്. പിന്നെ കുറേ പോസിറ്റീവായി മാറി. പിന്നെ ഇവരെന്ന് പറയുന്നത് ഇവരാണ് 3 ആളാണ് ഞങ്ങളൊരു ശക്തി പ്രതീക്ഷ. ബ്ലോഗിലും ഇവർ 3 പേര് ഭയങ്കര ഒരു സപ്പോർട്ട് തരുന്നുണ്ടെന്ന് എനിക്കറിയാം. തളരുന്ന സമയത്ത് എങ്ങനെ ഇവരുടെ സപ്പോർട്ട് എങ്ങനെയാ? അമ്മ തളരുന്ന സമയത്ത് എങ്ങനെയാ നിങ്ങൾ ഇനിയും വീഡിയോ ചെയ്യണം എന്നൊക്കെ പറയാറുണ്ടോ? വീഡിയോ എല്ലാ ദിവസവും ചെയ്യലുണ്ടായിരുന്നു, ഞാൻ ഇടക്കൊക്കെ സ്റ്റോപ്പായി പോകും. പക്ഷെ അപ്പോഴും ഞാൻ സപ്പോർട്ട് ചെയ്യൊക്കെ ഉണ്ട്. വീഡിയോ സ്ഥിരമായിട്ട് വീഡിയോയിൽ എല്ലാവരും ഉണ്ടാകുമ്പോൾ ഒരു സുഖം. ചേച്ചീനെയാണ് ഇപ്പൊ ഓളുണ്ടെങ്കിലാണ് ഇവർക്കൊക്കെ ഭയങ്കര ഇൻസ്പിറേഷൻ ഓളാണ്. അപ്പൊ ഓള് ഏറ്റവും കൂടുതൽ ഓള് പറയും ഇപ്പൊ നമ്മളെ അച്ഛനും അമ്മയും വേറൊരാള് പറയാൻ സമ്മതിക്കരുത് എന്നുള്ള ആ ഒരു ഇതിൽ മുന്നിലോളാണ്. പിന്നെ അത് ആദ്യം ഇവര് ചെറുതായിരുന്നു, ഇപ്പം കുഞ്ഞു കുറച്ചുകൂടെ ഇതായ സമയത്ത് ഇപ്പൊ കുഞ്ഞുവിനും തോന്നി വേറൊരു ആൾക്കാർക്ക് പറയാനുള്ളതല്ല ഞങ്ങളെ അച്ഛനും അമ്മയും. അപ്പൊ ഇനി ഞങ്ങൾക്കൊരു അച്ഛനും അമ്മയും എന്ന് പറഞ്ഞിട്ട് വേറൊരാൾ വരാനില്ല. അപ്പൊ അങ്ങനെ പല പല കാര്യങ്ങൾ ഇപ്പൊ ഇവനാണ് കുറച്ചുകൂടെ അറിയാൻ ആയി വരുന്ന ആളുകളല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ ഓനെ മാത്രമേ ഞങ്ങൾക്ക് കുറച്ചൊരു ഇതുള്ളൂ, ബാക്കി 2 ആളും കുറച്ചുകൂടി നല്ല ബോൾഡ് എല്ലാം അറിയുന്നതാണ്. ഇവരോട് പറഞ്ഞു കൊടുക്കാറുണ്ടോ ഇപ്പം സിസ്റ്ററെ കുറിച്ചായാലും? ആളെന്ന കുഞ്ഞായിരുന്നു, വളർന്നു വരുന്ന സമയത്ത് കാര്യങ്ങൾ അവര് ആക്ച്വലി ഇത് ഇപ്പൊ കുഞ്ഞുവാണെങ്കിലും സിദ്ധു ആണെങ്കിലും അവർക്ക് അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു കരുത്ത് എന്ന് പറയുന്നത്. ഇപ്പം ലിനി മരിച്ചതിന് ശേഷമൊക്കെ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോയതെന്നും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവർക്ക് 2 ആൾക്കും അറിയാം. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന്. കാരണം എനിക്ക് അവരെ അറിയിച്ചിട്ട് മാത്രമേ എനിക്ക് മുന്നോട്ടൊരു ലൈഫിലേക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം അവരാണ് എൻ്റെ കൂടെ വേണ്ടത്. അപ്പോൾ ആ രീതിയിൽ തന്നെ അവർക്ക് എല്ലാ കാര്യവും ബോധ്യപ്പെടുത്തിയിട്ട് തന്നെയാണ് അവരോട്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരാളെ കാണിച്ച് ഇനി ഇതാണ് അമ്മ എന്ന് പറയണമെങ്കിൽ അതെനിക്ക് അത്രമാത്രം പ്രിയപ്പെട്ടതായിരിക്കണം എന്താണെങ്കിലും. അപ്പോൾ അത് ഇവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ഇതുകൊണ്ടായിരിക്കാം ഞാൻ പറഞ്ഞ അതിന് ശേഷം അന്ന് മുതൽ തന്നെ പ്രതിഭയെ അമ്മയെന്ന് തന്നെയാണ് വിളിക്കാറ്. അത് തന്നെയാണ് അതിൻ്റെ ഒരു തുടക്കം. കാരണം ഒരു കല്യാണം നമ്മൾ ഉറപ്പിച്ചിട്ട് 1 വർഷത്തോളം സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ശരിക്കും ഒരമ്മ എന്താണോ മക്കൾക്ക് ചെയ്യേണ്ടത് ആ സമയത്തേ ചെയ്തു പോയിട്ടുണ്ടായിരുന്നു. കല്യാണം ഒരു ചടങ്ങ് മാത്രമായിരുന്നു ശരിക്കും. ആ ഒരു വർഷക്കാലം തന്നെ നമ്മളൊരു കുടുംബമായിട്ട് തന്നെ നിന്ന് പോയിട്ടുണ്ട്. ഇവർ ഡെയിലി വിളിക്കായിരുന്നു, വീഡിയോ കോൾ വിളിക്കുന്ന സമയത്തും അമ്മ ഇന്ന കാര്യം ഒരു വീട്ടിൽ നടക്കുന്ന കാര്യം അമ്മേനോട് പറയുന്ന. അപ്പോൾ എന്നും അമ്മേനെ വിളിച്ച് പറയണം എന്നുള്ളൊരു ചിന്താഗതി വന്നു. അപ്പോൾ ആ ഒരു ബോൾഡ് കല്യാണത്തിന് മുമ്പേ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കല്യാണം കഴിക്കുന്ന സമയത്ത് ഞങ്ങൾ 2 ആളും തീരുമാനിച്ചത് സാധാരണ എവിടെന്നെങ്കിലും പോയി ഇപ്പോൾ സെക്കൻഡ് മാരേജും കാര്യമായതുകൊണ്ട് എവിടെന്നെങ്കിലും ഒരു രജിസ്റ്റർ വിവാഹം മതി എന്നുള്ള രീതിയിലായിരുന്നു. പല ആൾക്കാരും അത് എന്നോടും പറഞ്ഞിട്ടുണ്ട് അത് മതിയല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കും പ്രതിഭയ്ക്കും നിർബന്ധമായിരുന്നു ഞങ്ങളുടെ മക്കൾ, കാരണം അവരാണ് ഇനി ഞങ്ങളുടെ താങ്ങ്. അപ്പോൾ അവരെ മുൻനിർത്തി അവരെ കൈപിടിച്ച് തന്നിട്ട് വേണം ഞങ്ങൾക്ക് കല്യാണം കഴിക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെയാണ് മക്കളെ മുൻനിർത്തി തന്നെയാണ് ഞങ്ങൾ കല്യാണ വീഡിയോ കണ്ടാൽ അറിയാം. ഞങ്ങളെ കല്യാണം കഴിഞ്ഞ ശേഷം ഈ 3 മക്കളെയും പിടിച്ചിട്ടാണ് അമ്പലം പ്രദക്ഷിണം ചെയ്തത്. അപ്പോൾ അതൊക്കെ ഞങ്ങളുടെ മനസ്സിൽ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. മക്കൾ അത് അച്ഛനും അമ്മയും എന്നുള്ള രീതി തന്നെ ആയിരിക്കണം. പ്രതിഭ ഇപ്പം ദേവുവാണ് കുറച്ചൊരു വലിയ കുട്ടിയാണ്. അപ്പോൾ അവള് ഏകദേശം 10ാം ക്ലാസ് ആയ സമയത്താണ് നമ്മൾ കല്യാണം കഴിക്കുന്നത്. അപ്പം അത്രയും വലിയൊരു കുട്ടി ഇപ്പോൾ അച്ഛനായിട്ട് എന്നെ സ്വീകരിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടും കാര്യമൊക്കെ ആ സമയത്ത് എനിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷേ അത് എന്തോ ഭാഗ്യത്തിന് അതും ആ രീതിയിലും വന്നു. അപ്പോൾ മക്കളാണെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ അമ്മ എന്ന് വിളിക്കുക എന്നുള്ളൊരു ഇതും വന്നു. അപ്പോൾ അതൊക്കെ ഒത്തുചേർന്നിട്ട് കൊണ്ടുപോകാൻ പറ്റിയ തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം.
ഇപ്പം ഈ കല്യാണത്തിന് മുൻപ് 1 വർഷം മുമ്പ് തന്നെ ഇവരെ മനസ്സിലാക്കി ഒരു സമയം ഒരു മനസ്സുണ്ടല്ലോ. പൊതുവെ എല്ലാവർക്കും ടെൻഷൻ, ഒരു സെക്കൻഡ് വിവാഹത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും, കുട്ടികൾ അത് ആക്സെപ്റ്റ് ചെയ്യോ, അതെങ്ങനെയായിരിക്കും എന്നൊരു 100 ചിന്തകൾ പോവല്ലോ. ആ സമയത്ത് പ്രോസസ്സിങ് ഈ ചിന്തകൾ കൊണ്ട് തന്നെ പല കപ്പിൾസും വേണ്ട കല്യാണം, രണ്ടാമതൊരു കല്യാണം വേണ്ട എന്നൊരു തീരുമാനം എടുക്കും. പലപ്പോഴും നിങ്ങളത് ഇൻസ്പയർ ആവാറുണ്ട്, ഒരു പുതിയ ജീവിതമുണ്ട്, ഇനിയും മുന്നോട്ടുണ്ട് എന്നൊരു തീരുമാനം. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും അത് അക്സെപ്റ്റ് ചെയ്യാറില്ല, ചുറ്റുപാടുകളും നമ്മൾ തളർത്താറേ ഉള്ളൂ. പക്ഷെ അങ്ങനെയുള്ള ആളുകളോട് എന്താ നിങ്ങളുടെ എക്സ്പീരിയൻസിൽ എന്താ പറയാനുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഒരു സെക്കൻഡ് മാരേജ് ആൾക്കാരോടാണ് പറയാനുള്ളത്. സെക്കൻഡ് മാരേജ് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു അബദ്ധമോ അല്ലെങ്കിൽ അതോടുകൂടി ലൈഫ് കഴിഞ്ഞ് ഇങ്ങനെ ഒതുങ്ങിക്കൂടേണ്ട ഒന്നാന്ന് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. കാരണം നമ്മൾ ഫസ്റ്റ് മാരേജിൽ ഉണ്ടാകുന്ന ഫോൾട്ട് കൊണ്ടായിരിക്കുമല്ലോ നമ്മളിപ്പോൾ സെക്കൻഡ് മാരേജ് ചെയ്യുക. അപ്പോൾ ആ ഫോൾട്ടെല്ലാം തിരുത്തിയിട്ട് കിട്ടിയ ലൈഫിൽ നന്നായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കുക. അതായത് മക്കളുണ്ടെങ്കിൽ അവരെയും കൂടി ചേർത്ത് പിടിക്കുക, അതാണ്. കാരണം ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ ഹസ്ബൻഡിനൊരു കുട്ടിയുണ്ട് അല്ലെങ്കിൽ വൈഫിനൊരു കുട്ടിയുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തുമ്പോഴാണ് ഇതൊരു കഷ്ടപ്പെട്ട ലൈഫായി മാറുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ എല്ലാ സമയത്തും നമ്മളെ മക്കളെ നമ്മളെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ടാണ് ഫസ്റ്റ് മാരേജ് നമ്മൾ ഫ്രീ ആണ്, ഒന്നും നമുക്ക് ചിന്തിക്കാനില്ല. പക്ഷേ സെക്കൻഡ് മാരേജിൽ മക്കളുണ്ടെങ്കിൽ എന്തായാലും എന്നും മൈൻഡിൽ ഫസ്റ്റ് കുറച്ച് കാലം ഓക്കെ ആയിരിക്കും പുതിയ ഹസ്ബൻഡിൻ്റെ കൂടെ, പക്ഷെ എന്നും മൈൻഡിൽ മക്കളെ പറ്റിയുള്ള ചിന്തകളുണ്ടാവും. ഒരിക്കലും ലൈഫ് ഒരു ഫുള്ളായിട്ട് നമുക്ക് തോന്നൂല, നമ്മൾ കംപ്ലീറ്റ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവരോട് ചേർത്ത് പിടിക്കുമ്പോൾ ഇവർക്കൊരു ലൈഫായി, നമ്മൾക്കൊരു എൻജോയ്മെൻറ്റായി. ഈ നെഗറ്റീവ് കമൻറ്റിൽ ഇടുന്ന പോലെ തന്നെ മക്കൾക്ക് വേണ്ടി കല്യാണം കഴിച്ചാന്ന് പറഞ്ഞിട്ട് ഓനും ഓളും കൂടി അതാ അടിച്ചു പൊളിച്ച് നടക്കുന്നതെന്ന് പറയുന്ന നേരം അവർ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർക്കൊരു ലൈഫ് കൊടുക്കണമെങ്കിൽ ഞാൾ തന്നെ ആദ്യം ഹാപ്പി ആയിരിക്കണം, പിന്നെ ഇവരുടെ കൂടെ നമുക്കും ലൈഫ് വേണം. അത് ഉണ്ടാവണം. എനിക്ക് തോന്നുന്നു സെക്കൻഡ് മാരേജ് ചെയ്യുന്ന ഒന്നും നോക്കാനില്ല, മക്കളുണ്ടെങ്കിൽ ചേർത്ത് പിടിക്കുക, വേറൊരാൾക്ക് വിട്ടുകൊടുക്കാതെ ചേർത്ത് പിടിക്കുക. അങ്ങനെ ആകുന്ന സമയത്ത് നമുക്ക് അച്ഛനും അമ്മയെ ഇപ്പം കുറേ കാലം കഴിഞ്ഞാൽ ഏത് ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ പോലെ കല്യാണമാണെങ്കിലും എനിക്കൊന്ന് കുറേ കാലം കഴിഞ്ഞാൽ മക്കൾ വലുതായി കഴിഞ്ഞാലും അവർ ഭാര്യയും ഭർത്താവും വേറെ പോകുന്നൊന്നുമില്ലല്ലോ, മക്കൾ വലുതായി എന്ന് പറഞ്ഞിട്ട്. അപ്പം അതുപോലെ തന്നെ സെക്കൻഡ് മാരേജിൽ മക്കളോട് ചേർത്ത് പിടിക്കുക. ആ ലൈഫിൽ നമ്മൾ ഏറെ കൂടുന്നതിനനുസരിച്ച് സ്നേഹത്തിൻ്റെയൊക്കെ ബന്ധത്തിൻ്റെയൊക്കെ ആഴം കൂടുകയാണ് ചെയ്യും. പക്ഷേ ഡിഫറൻസ് ആയിരിക്കും നാളും. ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ പാട് ഫസ്റ്റ് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇതായിരിക്കില്ല, കുറച്ച് വയസ്സ് കൂടുന്നതിനനുസരിച്ച് ചിലപ്പോൾ അറ്റാച്ച്മെൻറ്റ് കൂടുകയും ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അത് സെക്കൻഡ് മാരേജിലായിരിക്കും, അങ്ങനെയായിരിക്കും. ഒരിക്കൽ പോലും ഞാൻ പറയുന്നത് സെക്കൻഡ് മാരേജ് കഴിക്കാതെ അല്ലെങ്കിൽ ഇങ്ങനെ സഫർ ചെയ്തിട്ട് ഇഷ്ടപ്പെടാത്ത ഒരാളുടെ കൂടെ സഫർ ചെയ്ത് ജീവിക്കണം അങ്ങനെ ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഞാനൊരു ഡിവോഴ്സായി വന്ന ആളാണ്, ഒരുപാട് സഫർ ചെയ്തിട്ട് നമ്മളിവിടെ എത്തിയത്. അപ്പോൾ ഇപ്പം ഞാൻ വിചാരിക്കാം അത് കുറച്ച് നേരത്തെ ആയില്ല എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് ചില സമയത്ത് ഞാൻ സൈഷറിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ. കാരണം ഒരുപാട് കഷ്ടപ്പാട് ഇങ്ങനെ സഹിച്ച് നമ്മൾ ലൈഫ് ഒരിക്കലും സ്പോയിലാക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതുപോലെ തന്നെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർ ബുദ്ധിമുട്ടിക്കരുത്, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടിക്കില്ലാതെ നമ്മളെ ലൈഫ് സേഫായിട്ട് മുന്നോട്ട് പോകും. ഇപ്പൊ ഈ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഇപ്പൊ പൊതുവെ നമ്മൾ കേട്ടിട്ടുള്ളത് അമ്മയെ പോലെ ആവില്ല അമ്മായിയമ്മ, ഒരു ഇമേജ് ഉണ്ടല്ലോ, അത് ബ്രേക്ക് ചെയ്യാന്ന് പറയുന്നത് വലിയ പാടാണ്. കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പം നിങ്ങളുടെ ഓരോ വീഡിയോസ് കാണുമ്പോഴും ഒരുപാട് പേര് കാണുന്നുണ്ട്, ചിലപ്പോൾ ഒത്തിരി കമന്റ്സ് വരാം. ആ ഒരു ഇമേജ് ബ്രേക്ക് ചെയ്യണം എന്നൊരു പ്രഷർ ഉണ്ടായിരുന്നു ശരിക്കും ഇവരുടെ ഫാമിലിയിലേക്ക് വരുമ്പോൾ? നിങ്ങൾക്ക് രണ്ടുപേർക്കും എങ്ങനെയാ അത് ഉണ്ടായിരുന്നു? കാരണം ഒന്ന് ഈ പറഞ്ഞ പോലെ പലപ്പോഴും ഇതിലൊക്കെ മക്കൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമായിരുന്നു, മക്കളെ നന്നായി നോക്കുന്ന ഒരാളെ മതി, അല്ലെങ്കിൽ എന്താ പറയുക, മക്കളെ പോലെ നോക്കണം, സ്വന്തം മക്കളെ പോലെ നോക്കണം എന്നാണ് പ്രതിഭയുടെ എല്ലാവരും, അതായത് ഈവൻ കമൻറ്റിലെ ആൾക്കാരൊക്കെ പറയുന്നത് മക്കളെ സ്വന്തം മക്കളെ പോലെ തന്നെ ചെയ്യണം. അവരൊന്നും അതിൻ്റെ വേറൊരു വശം ചിന്തിക്കുന്നില്ല. പലപ്പോഴും എനിക്ക് അനുഭവം ഉണ്ടായ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാനും പ്രതിഭയും തമ്മിലുള്ള ചില വീഡിയോസൊക്കെ വരുന്ന സമയത്താണ് ആൾക്കാർക്ക് പെട്ടെന്ന് അതിനെതിരെ പറയാനുള്ള തോന്നുക. അതായത് നിങ്ങൾ ഇത്രമാത്രം ലിനിയെ സ്നേഹിച്ചോ എന്നുള്ള ചോദിക്കുന്നുണ്ട് പല ആൾക്കാരും. അതിൻ്റെ ഒരു മെൻറ്റാലിറ്റി എന്താണെന്ന് എനിക്കിപ്പോൾ അറിയില്ല. ഇപ്പോൾ നിങ്ങൾ ചില വീഡിയോയിൽ ഇതുപോലെ ആയിരുന്നോ നിങ്ങൾ പണ്ട് ഇങ്ങനെ അല്ലായിരുന്നോ, ഇപ്പോൾ എന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ മക്കള് ഇപ്പം പ്രതിഭ കുഞ്ഞുവിനും സിദ്ധുവിനെയും സ്വന്തം മക്കളായിട്ടാണ് കാണുന്നത്. ആ സ്വന്തം മക്കളായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് ഞാൻ കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ കൂടിയാണ്. അത് ഞാൻ പ്രതിഭക്ക് കൊടുക്കുന്നത്, അല്ലെ പ്രതിഭേൻ്റെ മോളെന്നല്ല, എൻ്റെ മോൾക്ക്, അതായത് ദേവുവിനും കൂടി കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ അതേ തന്നെയാണ് അവൾ മക്കൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ സ്നേഹം ഒരിക്കലും ഒഴിവാക്കിക്കൊണ്ട് മക്കളെ സ്നേഹിക്കണം എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ മക്കളെ മാത്രം സ്നേഹിച്ചിട്ട് ഞങ്ങൾക്ക് പ്രതിഭയെ മാറ്റി നിർത്താനും പറ്റില്ല. എന്നെ വിശ്വസിച്ചാണ് പ്രതിഭയും മോളും വന്നിട്ടുള്ളത്. അപ്പോൾ അത് തുടക്കത്തിലേ ഞങ്ങൾ പറഞ്ഞു. ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് പ്രതിഭയോട് പറഞ്ഞിട്ടുണ്ടായത്,
നമുക്ക് എന്ന് പറയുന്നത് ദേവും കുഞ്ഞുവും സിദ്ധുവും അത് നമ്മുടെ മക്കളാണ്. ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ത്രൂ ഔട്ട് പോകുന്നത്. പക്ഷേ അന്നും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്രഷറും കാര്യമൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരു വലിയൊരു, അതായത് ഇപ്പം എൻ്റെ ഭാര്യ ഉണ്ടായിരുന്ന ലിനി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ വലിയൊരു സ്വാധീനം ബേക്കിലുണ്ട്. അത് സമൂഹം കാണുന്നതും നമ്മുടെ മക്കളെ കാണുന്നതും ഒക്കെ ആ ഒരു വലിയൊരു കാര്യം പിറകിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കി കാണുന്നതും ഒക്കെ പലതരത്തിലായിരിക്കും. അത് ത്രൂ ഔട്ട് നമ്മുടെ ലൈഫിലുണ്ടാവും. ത്രൂ ഔട്ട് നമ്മുടെ ലൈഫിൽ ആ ഒരു കാര്യം ത്രൂ ഔട്ട് ഉണ്ടാവും. പക്ഷേ അതൊരിക്കലും നമ്മളെ ലൈഫിലൊരു എന്താ പറയുക, നമ്മുടെ കൂടെ തന്നെയുള്ള ഒരാളായിട്ട് തന്നെ കാണാം. ഒരിക്കലും നമുക്കൊരു നമ്മുടെ ഫാമിലി ഇതൊരു പ്രശ്നം എന്നുള്ള രീതിയിലേക്ക് വരാൻ പാടില്ല. ഇത് ഇന്നേ ആളെ മക്കളാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. നമ്മളെപ്പോഴും പറയുന്നത് പ്രതിഭയാണ് അമ്മ. ഈവൻ കുഞ്ഞും സിദ്ധുവും ഇപ്പോൾ സ്കൂളിൽ നിന്ന് പോലും ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഇവർ ഓട്ടോമാറ്റിക്കലി പറയും. അതൊരിക്കലും അവരെ ഫോഴ്സ് ചെയ്തിട്ടല്ല, ഓട്ടോമാറ്റിക് അവർക്ക് വരുന്ന അവരുടെ അമ്മ എന്ന് പറയുന്നത് പ്രതിഭയാണ്. ലൈവിൽ നമുക്ക് അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആ രീതിയിലാണ് നമ്മളെ മക്കളെ ചെറുപ്പത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അത് പല ആൾക്കാർക്കും അത് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളൊരു ചിന്താഗതി തുടക്കത്തിൽ ഞങ്ങൾക്കുണ്ടായിരുന്നു. അത് ഒരിക്കലും നമ്മളിതൊരു അഭിനയിച്ച് കാണിക്കുന്നതല്ല. ത്രൂ ഔട്ട് ഞങ്ങളെ കുടുംബത്തിനോ അല്ലെങ്കിൽ ഞങ്ങളെ അറിയുന്ന സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം ഈ മക്കൾ എത്രമാത്രം പ്രതിഭയായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ദേവു ഞാനുമായിട്ട് അങ്ങനെ എത്രമാത്രം അറ്റാച്ച് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം ഞങ്ങളെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം. പുറമേ നിന്ന് ആൾക്കാർ കാണുന്ന പോലെയല്ല. നമ്മളെ ലൈഫ് ആ രീതിയിൽ തന്നെ കൊണ്ടുപോകണം എന്നുള്ള, ഒരു കുടുംബമായിട്ട് തന്നെ പോകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഈ മാരേജിലേക്ക് വന്നത്. പ്രതിഭ ചേച്ചി ആയിരിക്കില്ല കൂടുതൽ അത് കേൾക്കേണ്ടി വരിക. അപ്പം എത്രത്തോളം പ്രഷർ ഉണ്ടായിരുന്നു? അത് എന്താന്ന് വെച്ചാല് ആൾക്കാർക്ക് ഒരു ഇതുണ്ട്, സെക്കൻഡ് മാരേജ് അല്ലെ രണ്ടാനമ്മ, നമ്മൾ പഴയ സിനിമയിലൊക്കെ കാണുന്ന രണ്ടാനമ്മ ഈ ചട്ടുക വെച്ച് പൊളിക്കുന്ന അതാണ് എപ്പോഴും കൺസെപ്റ്റ്. അതാ അവരെന്ത് വന്നാലും അത് മാറൂല. അപ്പൊ എനിക്ക് യൂട്യൂബ് ചാനലിൽ കൊണ്ട് എനിക്ക് ഏറ്റവും ഒരു ബെനിഫിറ്റ് എന്ന് തോന്നിയത് ആ ഒരു ആൾക്കാരെ വ്യത്യസ്ത കാഴ്ചപ്പാടാണ് ആൾക്കാർക്ക്. പക്ഷെ അതുകൊണ്ട് തന്നെ പക്ഷെ കുറച്ച് പേരുടെയെങ്കിലും ആ ഒരു കാഴ്ചപ്പാടിനെ മാറ്റാൻ പറ്റിയിട്ടുണ്ട്. ഇത് ഒരിക്കലും ഒരു സെക്കൻഡ് അമ്മ എന്ന് വെച്ചാൽ ഒരിക്കലും അമ്മയാവൂല, അതൊക്കെ നമ്മൾ വെറുതെ വിചാരിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് തോന്നുന്നേട്ടാ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരിപ്പം ചെറിയ മക്കളാണ്. എൻ്റെ ഒരു മനസ്സിലുള്ള ഒരു കുട്ടികളോടുള്ള കൺസെപ്റ്റ് വെച്ചാൽ ഇവരൊരു കുറച്ചൊരു പ്രായപൂർത്തിയാകുന്നവരെ ഇവർ നമ്മൾ എന്ത് ചെയ്യുന്നോ അവർക്ക് ഒന്നും എതിര് ചെയ്യാൻ പറ്റില്ല. ഒരമ്മ എന്നുള്ള നിലയിലാണ് പറയുന്നത് കേട്ടോ. ഇവർ നമ്മളിപ്പോൾ തല്ലിയാലും ഇവർ നമ്മളെ തല്ലൂല, അത് നമ്മളെ കഴിവല്ല, ഇവരെ നിസ്സഹായ അവസ്ഥയാണ്. അത് ഏത് മക്കളെ നിസ്സഹായ അവസ്ഥയാണ്. അപ്പോൾ ആ ഒരു ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഏതൊരമ്മ പ്രസവിച്ച ഒരമ്മ അല്ലെങ്കിൽ ഒരാളെ മൈൻഡ് നല്ലൊരു മെച്യൂരിറ്റി ആയ ഒരാൾ മൈൻഡിൽ നമുക്ക് മക്കളൊന്നും ഒന്നും ചെയ്യാൻ പറ്റൂല, ഒന്നും തോന്നൂല. ഇവർ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഇവർ സെക്കൻഡ് മദർ എന്ന് വെച്ചാൽ അപ്പാട് അങ്ങനെ ഭക്ഷണം കൊടുക്കൂല, അങ്ങനെയാക്കൂല. അപ്പോൾ ഞാളെ വീഡിയോസിൻ്റെ ഇടയിലൊക്കെ എങ്ങനെയാ, അയ്യോ കേക്ക് അധികം കൊടുത്തില്ല, അങ്ങനെ കൊടുത്തില്ല, ഇങ്ങനെ കൊടുത്തില്ല, കേക്ക് നമുക്ക് തന്നെ എന്തോ പോലെയാവും. ഈ മക്കൾ എന്തെങ്കിലും ഇപ്പം വായിക്കാനൊക്കെ ആയല്ലോ. ഇവരെന്നെ എന്താ ഒരു വിദ്യാഭ്യാസം കിട്ടണമെന്നൊന്നും ഇല്ല ഇതില്ലേ. വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് നമുക്ക് മൈൻഡിൽ ആലോചിച്ചാൽ അറിയാം. പക്ഷെ അങ്ങനെയില്ല, അമ്മമാരുണ്ട്. ഇപ്പം ഈ അടുത്ത കാലത്ത് നമ്മൾ കേൾക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട്. അത് സ്വന്തം അമ്മയാണ്, സ്വന്തം അമ്മമാരങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ ഇതിൽ എന്ത് വ്യത്യാസമുള്ളത് രണ്ടാനമ്മ എന്നുള്ളതിൽ. അപ്പം അങ്ങനെയുള്ള കുറേ കാഴ്ചപ്പാട് മാറിയിട്ടുണ്ട്. പിന്നെ എന്നോട് അധികം എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഇടയിൽ വന്നൊരു കമൻറ്റ്, ഈ സൈഷയുടെ പറഞ്ഞ പോലെ ഞങ്ങൾ രണ്ടുപേരും നല്ലോണം നിൽക്കുന്ന ഏതെങ്കിലും റീൽസ് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നാണോ ഇല്ലേ, പിന്നെ ആദ്യം ഭാര്യനോട് എത്ര സ്നേഹം ഉണ്ടായിനോ ഇപ്പോൾ, പക്ഷേ ഞാൻ ഇവരെ അമ്മയാവണം, ബട്ട് സജീഷറിൻ്റെ ഭാര്യയാവരുത്. അതാണ് ആൾക്കാരുടെ ഇത്. ലിനി സിസ്റ്ററെ ബഹുമാനത്തോടു കൂടി തന്നെ, അത് നമ്മളെ വീട്ടിൽ ഇപ്പം എന്ത് നോക്കിയാൽ കാണാം, ഒരുപാട് ബഹുമാനത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. ലിനി സിസ്റ്റർ ആയിരുന്നു എന്നല്ല, ആണ്. അത് എപ്പോഴും അങ്ങനെയാണ്. കാരണം അവരെ ഒരു ഭാര്യയായിട്ടാണ് മരിച്ചത്, അതൊരിക്കലും ഇനി മാറൂല. അതേപോലെ ആ സ്ഥാനത്തേക്ക് വന്ന, അല്ലെങ്കിൽ രണ്ടാമത് തലയിടി വന്നപ്പോൾ എനിക്കും എൻ്റെതായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അതിൻ്റെ ഇടയിലാണ് എഴുതുക. പിന്നെ മക്കളായ കൂടെ ഓക്കെ, മക്കളെ അമ്മ സ്വന്തം പോലെ കരുതണം, പക്ഷെ സജീഷേടൻ്റെ ഭാര്യ എന്നുള്ള സ്വന്തം പോലെ കരുതരുത്. അങ്ങനെയുള്ള കുറച്ചുകളുടെ ഒരു ചിന്താഗതി അതാണ്. പിന്നെ അതും എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ മാറ്റാൻ ഈ യൂട്യൂബ് ചാനലോട് നടന്നിട്ടുണ്ട്. കാരണം രണ്ടാമത്തെ കല്യാണം കഴിച്ച പോലെ ഒരുപാട് സങ്കടപ്പെട്ട് ജീവിക്കണം, അല്ലെങ്കിൽ സമൂഹത്തിന് മുന്നിൽ അങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് എനിക്ക് തോന്നുന്നു ഞങ്ങൾ കുറച്ച് മാറ്റിയിട്ടുണ്ട്. അതന്നെ, കുറേ ആൾക്കാർ ഞങ്ങൾ നല്ല രീതിയിൽ മാറ്റം വന്നതും വിളിച്ചിട്ടുണ്ട്. അതായത്
സെക്കൻഡ് മാരേജ് കഴിച്ചാലും ഇങ്ങനെയൊക്കെ കുടുംബം കൊണ്ടുപോകാൻ പറ്റുമല്ലോ എന്നുള്ള രീതിയിൽ ഞങ്ങൾ വിളിച്ചു. അത് ഭയങ്കര ഒരു പല ആൾക്കാരും കണ്ടിട്ട് നമ്മൾ അടുത്ത് വന്ന് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ശരിക്കും നിൽക്കാൻ പറ്റൂലേ എന്നുള്ള രീതിയിൽ. ഇപ്പോൾ പല ആൾക്കാർ കല്യാണം കഴിച്ചിട്ട് സെക്കൻഡ് മാരേജ് ഒക്കെ കഴിച്ചിട്ട് എന്താ പറയുക, കുട്ടികളെ ഒന്നുകിൽ അവരെ വീട്ടിലായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പം ഭാര്യയുടെ വീട്ടിൽ കുട്ടികളെ ആക്കിയിട്ട് ചെയ്യുന്നത്. ഇപ്പം നിങ്ങളിങ്ങനെ ഈ രണ്ട് തരത്തിൽ വന്ന കുട്ടികളെല്ലാവരും കൂടി ഒന്നിച്ച് നിൽക്കുന്നത് കാണുന്നതൊക്കെ, അത് ആ രീതിയിലും ആൾക്കാർ വന്നിട്ടുണ്ട്. ആ ഒരു മാറ്റം ശരിക്കും വന്നതെന്ന് പറയുന്നത് തുടക്കത്തിൽ നിന്ന് ഇതിലേക്ക് എത്തിയത് വലിയൊരു തന്നെയാണ്. ഈ ഒരു മൂന്നര കൊല്ലം കൊണ്ട് ഈ ഒരു മാറ്റത്തിലെത്താൻ ഞങ്ങൾ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ആ സ്ട്രഗിൾ ഞങ്ങൾക്ക് ആൾക്കാരുടെ വോയിസിൽ അല്ലെങ്കിൽ ആൾക്കാരുടെ സംസാരത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ ഒരു പ്രപ്പോസൽ വന്ന സമയത്ത് ആദ്യം സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ ശരിക്കും? ഇത് തന്നെയാണ് ലിനി സിസ്റ്റർ, നമ്മൾ ലിനി സിസ്റ്ററെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു ലൈഫ് നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല, ഇപ്പോഴും ചിന്തിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരെപ്പോൾ നമ്മളെ ലൈഫിലൂടെ ഫുൾ ടൈം നമ്മളെ ലൈഫിലൂടെ ഇങ്ങനെ പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ ഏത് വീട്ടിലോട്ട് നമ്മൾ മാറുന്ന സമയത്തും സിസ്റ്റർ ഫോട്ടോയും കാര്യമൊക്കെ ഉണ്ടാവും. അത് അങ്ങനെ തന്നെ എന്നോട് പറഞ്ഞത് സൈഷേട്ടൻ പറയുന്നത് വെച്ചാൽ അതുപോലെ തന്നെയുള്ള ഒരു അതേ സ്നേഹം അതെനിക്കിപ്പോഴും അങ്ങനെ തന്നെ തരുന്നുണ്ട്. കാരണം എങ്ങനെയാണോ സിസ്റ്ററോട് എങ്ങനെയായിരുന്നോ സൈഷേട്ടൻ നിന്നത് അതേ രീതിയിൽ തന്നെ എല്ലാ കെയറിങ്ങും കേട്ടോ, അതിലൊരു മാറ്റം എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാ കെയറിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ സിസ്റ്ററും ആക്കി വെച്ചത് ഇവർ കുറച്ച് വലുതായിട്ടുള്ളവരുടെ ലൈഫാണ്, ഇവർ 5-4 കൂടെയുള്ള ലൈഫാണ്. അതെനിക്ക് കൊടുക്കാൻ പറ്റണമെന്നേ ഉള്ളൂ. സിസ്റ്റർ ആവാൻ പറ്റുന്നൊന്നും ഒരിക്കലും ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് അത് കൊടുക്കാൻ അവർ കൊടുത്ത പോലെയുള്ള സ്നേഹവും കെയറിങ്ങും ഒരു ഫാമിലി ഇവർക്ക് ഉണ്ടാവണം. അപ്പോൾ ആ ഒരു ഇത് എനിക്ക് കൊടുക്കാൻ പറ്റിയെന്നാണ് എനിക്ക് ഇത്ര നാളും ഇപ്പോഴും ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്, കൊടുക്കാൻ പറ്റിയെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഉണ്ടാവണം. അതാ സൈഷേട്ടൻ അന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു ഫാമിലി, സൈഷേട്ടൻ നഷ്ടപ്പെട്ട ഒരു ഫാമിലി ഉണ്ട്, എനിക്കും നഷ്ടപ്പെട്ടു പോയ ഒരു ഫാമിലി ഉണ്ട്. അത് നമുക്ക് അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ പറ്റണം. പിന്നെ കൂട്ടത്തിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു സ്വപ്നമുള്ളൊരു ജീവിതം ഞങ്ങൾ രണ്ടുപേർക്കുള്ളത്. അപ്പം അധിക സമയത്തും ഇവർ ഇല്ലാത്ത സമയം ഉണ്ടാവും. കാരണം വെക്കേഷനിലൊക്കെ ഇവർ സിസ്റ്റർ വീട്ടിലും മോള് എൻ്റെ വീട്ടിലും ഞങ്ങളുടേതായ ഒരു ലൈഫിൽ ഞങ്ങളും എൻജോയ് ചെയ്യലൊക്കെ ഉണ്ട്. നമുക്ക് അധികം വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള നമ്മൾ എൻജോയ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടത് ഒരുപാട് നഷ്ടങ്ങളാണ് ഞങ്ങൾക്ക് ലൈഫിൽ. അതും ഉണ്ടാവണം. അങ്ങനെയുള്ള ഒരു ലൈഫായിരിക്കണം മുന്നോട്ട് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയാട്ടോ ഇപ്പോഴും കൊണ്ടുപോകുന്നത്. ഞാൻ പറഞ്ഞ ഒരുപാട് കെയറിങ് എന്ന് വെച്ചാൽ സൈഷേറിനെ അത്രയും കെയറിങ് ആണ്. ഇങ്ങനെ ലിനി സിസ്റ്ററോട് എങ്ങനെ നോക്കി എങ്ങനെ നിന്നു ആ സെയിം തന്നെ. അല്ലെ നീ അങ്ങനെയല്ലേ, എൻ്റെ മക്കളെ അമ്മയാണത്, അല്ലെങ്കിൽ ഇനി നീ എന്നോട് അങ്ങനെയുള്ളൂ, അങ്ങനെ ഒരിക്കലും ഇന്ന് വരെ എന്നോട് അങ്ങനെ ഒരു രീതിയിൽ പറഞ്ഞിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല, പെരുമാറിയിട്ടുമില്ല, എനിക്കിട്ട് ഫീൽ ചെയ്തിട്ടുമില്ല. സെയിം ഞാൻ ഇടയ്ക്ക് ചില സമയത്ത് ഞങ്ങൾക്ക് തോന്നൽ തന്നെയുണ്ട്, നമ്മൾ ലൈഫ് ഇങ്ങനെ പണ്ട് ഇങ്ങനത്തെ ലൈഫിലുള്ള ആളെയൊക്കെ എന്നോട് മറന്നു കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ. കാരണം അങ്ങനെ മോള് തന്നെ ഇടയ്ക്ക് എന്നോട് ചോദിക്കലുണ്ട്, അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ അങ്ങനെയുള്ള. ഞാൻ പറയും എനിക്ക് ഒരിക്കലില്ല. പലരും എന്നോട് ചോദിക്കലുണ്ട്, ഇപ്പം എങ്ങനെ നിൽക്കുമ്പോൾ തോന്നൂലേ ഇങ്ങനെ ആദ്യത്തെ ലൈഫിലുള്ള ആളെ. ഇപ്പം നമുക്കല്ലാതെ തന്നെ ഇപ്പം ബ്രേക്കപ്പ് ആയാൽ തന്നെ ഓരോരുത്തർ ടെൻഷൻ അടിച്ച് നിൽക്കുന്നതൊക്കെ കാണല്ലേ. അപ്പം അങ്ങനെ ഭയങ്കര ടെൻഷൻ സങ്കടം തോന്നൂലേ. അപ്പം എനിക്കങ്ങനെ തോന്നിയില്ല. ഞാൻ ആദ്യം കല്യാണം കഴിച്ച് വന്ന് ഇവിടെ. അപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഭയങ്കര നിയോഗം തന്നെ എന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ ഓരോരോ സ്ഥലങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഇവിടെ എത്തിപ്പെട്ടത്. സൈഷേട്ടൻ കൊയിലാണ്ടികളെ ഞാൻ ഒരിക്കൽ പോലും സൈഷേട്ടൻ ലൈഫിലോട്ട് ഇങ്ങനത്തെ രീതിയിൽ വരുന്ന ഇല്ല. എനിക്ക് തോന്നുന്നു എല്ലാവരും പറയുന്ന പോലെ തന്നെ അത് ലിനി സിസ്റ്റർ ഒരു പ്രാർത്ഥന ഉണ്ടാവും. ഒരു പക്ഷേങ്കിൽ എനിക്ക് അറിയില്ല, എന്നെ കൊണ്ട് തന്നെ ഞാൻ തന്നെ പൊക്കി പറയില്ല. ഒരു പക്ഷേ ഞാനും ചിന്തിച്ചിട്ടുണ്ട് സൈഷേറിൻ്റെ പണ്ടത്തെ വീഡിയോസൊക്കെ കാണുമ്പോൾ പിന്നെ ഇനി വേറൊരു അമ്മയെല്ലാം വന്നു കഴിഞ്ഞാൽ അമ്മോ ഭയങ്കര ബുദ്ധിമുട്ടാകും എന്നൊക്കെ. പക്ഷെ എനിക്കിപ്പോൾ ഞാൻ വന്നപ്പോൾ എനിക്കൊരു ആശ്വാസമായി, വേറെ ഒന്നും അപ്പോൾ അങ്ങനെ എനിക്കങ്ങനെ തോന്നിയപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും ഞാൻ തന്നെ വന്നത് അങ്ങനെ തോന്നിയല്ലോ നമുക്ക്. അങ്ങനെ ഒരുപാട് ദൂരെ നിന്നാണ് ഞാനൊക്കെ ശരിക്കും വന്നത് ഇവരുടെ ലൈഫിലേക്ക്. ഒരിക്കലും കാണാൻ പറ്റുന്ന ഒരു ഇതേ ആയിരുന്നില്ല ആ സമയത്ത് അല്ലേ സൈഷേട്ടാ? നമ്മൾ പരിചയപ്പെടുന്ന സമയത്ത് ഒരിക്കലും കല്യാണം കഴിക്കുന്ന ഒരു ബന്ധത്തിലല്ലായിരുന്നു. ഒരിക്കലും കല്യാണം കഴിക്കാൻ പറ്റുകയില്ല. ആ ഒരു രീതി തന്നെയായിരുന്നു നമ്മളെ ലൈഫ് ആ സമയത്ത്. പക്ഷേ എങ്ങനെയോ ഒരു ഇതുപോലെ ഇവരെ അമ്മയായിട്ട് വരണം എന്നുള്ളതായിരിക്കും എൻ്റെ ഒരു ബാക്കിയുള്ള ലൈഫ് ഇങ്ങനെയായിരിക്കും. അതെന്തായാലും ശരിക്കും ഇത്രയും വിമർശനങ്ങൾ വരുമ്പോഴും നിങ്ങളെപ്പോഴും ഫാമിലി എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കണം, നിങ്ങളെപ്പോഴും ഒരുമിച്ചിരിക്കണം എന്നൊരു തോട്ട് എപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. അത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ തന്നെയാണ്. കാരണം എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നേളായിട്ട് എപ്പോഴും ലിനി ഉണ്ടാവും. അപ്പോൾ അത് പലപ്പോഴും എന്താ പറയുക, ഞങ്ങൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മളോട് കാണിക്കുന്ന ആൾക്കാരുടെ സ്നേഹം എന്ന് പറയുന്നത് ചിലപ്പോൾ പല ആൾക്കാരും വന്നിട്ട് ചോദിക്കും, ലിനിയുടെ മക്കളില്ലേ എന്ന് ചോദിക്കും. പ്രതിഭയോട് തന്നെയാണ് ചോദിക്കുക,
ലിനിയുടെ മക്കളല്ലേ ഇതെന്ന് ചോദിക്കും. മോളുള്ള സമയത്തും ചിലപ്പം ചോദിക്കും, ഇത് ലിനിയുടെ മക്കളല്ലേ ഇത്. അപ്പോൾ ആ ഒരു വേർതിരിവ് ഞങ്ങളെ ഇടയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ എല്ലപ്പം സിദ്ധു, കുഞ്ഞും ദേവും അത് ഞങ്ങളെ മക്കൾ എന്നുള്ള രീതി തന്നെയാണ്. അപ്പോൾ അത് എന്താ പറയുക, ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളാണ് ലിനി. അത് കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് രണ്ടാൾക്കും അറിയാം. പക്ഷേ ഇപ്പോൾ നിലവിൽ ഇവരുടെ അച്ഛനും അമ്മയും എന്നുള്ളത് ഞങ്ങൾ തന്നെയാണ്. ശരിക്കും ലിനി സിസ്റ്ററിന്റെയും നിങ്ങളുടെയും അച്ഛനമ്മയുടെയും ആഗ്രഹം എന്താണ്? ഇവരെ വലുതാവുമ്പോൾ എന്താക്കണം? ഇവരിൽ ആഗ്രഹം തന്നെ ഉണ്ട്. അത് പലപ്പോഴും പല സമയത്തായിട്ട് പറഞ്ഞതാണ്. എന്താ ആഗ്രഹം? എഞ്ചിനീയർ ആവുന്നെങ്കിൽ ഡോക്ടർ ആവണോ? ഡോക്ടർ എഞ്ചിനീയർ ആവണം എന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം. സിസ്റ്ററിനും ആഗ്രഹം ഉണ്ടായിരുന്നു ഇവര്? ഉണ്ടായി, പഠിപ്പിക്കണം എന്നുള്ളതാണ് ഇന്നേ ആഗ്രഹം എന്ന് എനിക്ക് പറഞ്ഞിട്ടില്ല. പക്ഷേ തുടക്കത്തിൽ തന്നെ ലിനി വളർന്നു വന്നതിൻ്റെ അവൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നേഴ്സിംഗ് എന്നുള്ള ഫീൽഡിലേക്ക് എത്തിയതും. അത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്. അപ്പം ഞങ്ങൾ കല്യാണം കഴിച്ച് കുട്ടികളാകുന്ന സമയത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മക്കൾ ഒരിക്കലും ഈ പറയുന്ന എന്താ പറയുക, പഠിക്കാൻ വേണ്ടി കഷ്ടപ്പെടരുത്. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്. അത് കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് പഠിച്ചിട്ടുള്ളത്. ഞാനും അതേപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പഠിക്കുക. ഇപ്പം നമ്മളെ മക്കൾ ഒരിക്കലും പഠിക്കാൻ വേണ്ടി കഷ്ടപ്പെടരുത് എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അത് ചിലപ്പം ലിനി എന്താ പറയുക, ഞങ്ങളും വലിയ സാമ്പത്തികമായിട്ട് വലിയ രീതിയിലൊന്നും അല്ലായിരുന്നു. ഞങ്ങൾ ഒരു താഴേക്കടയിലുള്ള കല്യാണം കഴിച്ച സമയത്തൊക്കെ ലിനിയും ഞാനും ജോലിക്ക് പോയാൽ മാത്രമേ കുടുംബം കൊണ്ടുപോകാൻ പറ്റുന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. പക്ഷേ എന്തോ ദൈവത്തിൻ്റെ ഇതുപോലെ ആയിരിക്കാം ലിനിയുടെ കൂടെ തന്നെയാണ് അവരുടെ ഇതും വന്നത്. അപ്പോൾ ലിനി ആഗ്രഹിച്ച പോലെ തന്നെ ഇപ്പം അവരുടെ പഠിപ്പും കാര്യങ്ങളും കൂടെ അവരുടെ പഠിപ്പും നോക്കാൻ കൂടി ഇപ്പോൾ ഒരാളും കൂടി ആയ സമയത്ത് നമ്മൾ പെർഫെക്റ്റ് ആയി എന്ന് പറയാം. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അമ്മയാണോ? വഴക്കൊക്കെ പറയോ പഠിച്ചില്ലെങ്കിൽ? എന്നാലും സ്ട്രിക്റ്റ് ഞാനാന്ന് പറയാ. അച്ഛനാണോ സ്ട്രിക്റ്റ്? അച്ഛനോട് പറയില്ല, എല്ലാം അമ്മയോടാണോ പറയാ? അതിപ്പോ അത് ഒന്ന് വന്നിപ്പോ എന്ന് പറഞ്ഞാല് ഇവൻ എന്ത് പറഞ്ഞാലും സാധാരണ വീണ് കഴിഞ്ഞാല് അമ്മയെന്ന് വിളിച്ചില്ലേ, ഇപ്പൊ എന്ത് കഴിഞ്ഞാലും ഓടിപ്പോയി അങ്ങോട്ടാണ്. കാരണം എൻ്റെ അടുത്താണെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് കിട്ടുന്നുള്ളതുകൊണ്ട് ആ രീതിയിലൊക്കെ അവിടെ നിന്നാണ് ഇപ്പം ത്രൂ ഔട്ട് എല്ലാം. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഓനെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഏകദേശം എനിക്ക് തോന്നുന്നു സൈഷറിനേക്കാളും എനിക്കൊന്ന് എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. ഇവരെക്കാളും വലിയ കുട്ടിയാണല്ലോ എൻ്റെ. ഞാനെപ്പോൾ സൈഷോട് പറയും, ഇങ്ങനക്കത് ഇപ്പൊ ഇവരും കുറച്ച് വലുതായി. ഇപ്പം മുടിയെല്ലാം സൈഷേട്ടൻ പറയുന്ന പോലെ വെട്ടിയില്ലെങ്കിലൊക്കെ ഭയങ്കര വിഷമമാണ്. കാരണം ഞാൻ ഓനെ അങ്ങനെ ആക്കിയത് അപ്പൊ ഞാൻ പറയും, ഇല്ല സൈഷേട്ടൻ എനിക്കറിയാം. കാരണം ഒരു ഏജ് കൂടുന്നതിനനുസരിച്ച് കുട്ടിയൊക്കെ ഉണ്ടാകുന്ന മാറ്റം എനിക്ക് മനസ്സിലാവും. കാരണം ഞാൻ ഓൾറെഡി ഒരു മോളെ അമ്മയാണ്. നമുക്ക് 19 വയസ്സായി. ഇപ്പോൾ അപ്പൊ ഇവനിപ്പം 13 വയസ്സായി. എനിക്കറിയാം ഇപ്രായത്തിൽ ഓൻ മാറ്റം ഉണ്ടാവും. ഇപ്പൊ സൈലന്റ് ഒക്കെ ആയിരിക്കും, ചില സമയത്ത് നല്ല സൈലന്റ് ആയിരിക്കും, ആലോചിച്ചിരിക്കും സ്കൂളിൽ നിന്ന് വന്നാല്. അപ്പൊ എനിക്ക് ശരിക്കും മനസ്സിലാകും. കാരണം നമ്മുടെ കൗമാരപ്രായത്തിലൂടെ പോകുന്ന ഒരു അവസ്ഥയിൽ പിന്നെ പല പല ചിന്തയൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാനിങ്ങനെ സ്ക്രൂ ഗേറ്റ് ഇങ്ങനെ ചോദിക്കും, ഇതാണോ. അപ്പൊ അങ്ങനെയൊക്കെ ചോദിച്ചാലേ ഓന്റെ മൈൻഡിൽ നിന്ന് വരുള്ളൂ. അത് എനിക്കറിയാം, എമ്പൊക്കെ മനസ്സിലാവും. അമ്മ എന്നുള്ള നിലയിൽ എനിക്ക് മനസ്സിലാവും. പക്ഷെ സൈഷാണ് അതങ്ങോട്ട് ഉൾക്കൊള്ളാനാവില്ല. കാരണം ഇവനെന്ത് ഇപ്പം ഇങ്ങനത്തെ മാറ്റം, ഇവനെന്ത് ഇപ്പം എങ്ങനെ ചെയ്യാത്തേ എന്നൊക്കെ ചോദിച്ച് പെട്ടെന്ന് ദേഷ്യ വരിക. അപ്പൊ പെട്ടെന്ന് അപ്പൊ ഓനെന്ത് ചെയ്യും, അച്ഛനോട് പറയൂല, അമ്മയോട് പറയും ഇന്ന ദിവസം കളിയുണ്ട്, ഇന്ന ദിവസം വീട്ടിൽ പോകണം, ഇന്ന ദിവസം അങ്ങനെ പോകണം. അതെന്നോട് ആദ്യം ഒന്ന് പറഞ്ഞു നോക്കൂ. പിന്നെ ഞാൻ ഓക്കെ അച്ഛനോട് പറഞ്ഞു നോക്കുന്നു. ശരിക്കും ഒരു പെൺകുട്ടിയുടെ അമ്മയായിട്ടെ പിന്നീട് 2 ആൺകുട്ടികളുടെ അമ്മയൊക്കെ ഒരു മാറ്റം ഞാനിപ്പോഴും സൈഷനോട് ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്. ഇപ്പൊ എൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ പോകുന്നതിനെ കൊണ്ട് ഇതിന് വലുതായിട്ട് എന്നോട് ഷൗട്ട് ചെയ്യുകയൊക്കെ ചെയ്യുമോ എന്നൊക്കെ ഇടയ്ക്ക് ഞാൻ ചിന്തിക്കും. ഈശ്വരൻ അങ്ങനെയൊക്കെ ചെയ്യുക. കാരണം പെൺകുട്ടീൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തൊക്കെ പറഞ്ഞാലും ഈ പെൺകുട്ടികൾ പൊതുവെ പിന്നെ കുറച്ചൊക്കെ ഇങ്ങനെ ഒച്ചയിട്ട് പിന്നെ അമ്മമാരോടത്തോടെ അച്ഛന്മാരോടത്തോ. സൈഷറിന് ഇപ്പൊ അനുഭവം ഉണ്ടാവും. ദേവു എവിടെ പോയി കഴിഞ്ഞാലും എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അപ്പം സൈഷറിനെ വിളിക്കുമോ അല്ലെ എന്നെ വിളിക്കുമോ, അങ്ങനെ ഇതാവും. പക്ഷേ പിള്ളേർ പൊതുവെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തോട്ടേ പോകും. ഒരു 17-18 വയസ്സാകുമ്പോൾ ഇവർ പുറത്തോട്ടായിരിക്കും ചിന്ത. ഇവരെ വീട്ടിലോട്ടിലേക്കാളും അതൊക്കെ ഞാൻ ഇപ്പോഴേ ഇങ്ങനെ അംഗീകരിച്ച് വരുന്നുണ്ട്. എനിക്കതൊന്നും അംഗീകരിക്കാൻ പറ്റൂല. ഇവർ വിട്ടുപോകുന്ന എനിക്ക് ചിന്തിക്കാൻ പറ്റൂല. എന്നാലും ഞാനിങ്ങനെ വിചാരിക്കും, പിള്ളേരാണ്, അപ്പോൾ നമ്മളെ വിട്ടേ പറ്റും, പിടിച്ചു വെച്ചിട്ട് കാര്യമില്ല. എൻ്റെ ലൈഫിൽ ഫുൾ ടൈം ഇവരുണ്ടാവണം എന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇവനിപ്പോൾ ഓക്കെയാണ്. ഇവൻ കുറച്ച് 2 കൊല്ലോടി ഇവനെ എനിക്കിങ്ങനെ
എൻ്റെ കൂടെ തന്നെ വെക്കാന്നുള്ളൊരു സമാധാനമുണ്ട്. എൻ്റെ എന്ത് പറഞ്ഞാലും കേട്ടോളും. അമ്മമാരായിട്ട് കൂടെ തന്നെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ആളെടുത്ത് സ്വകാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവനെ ഇനിയിപ്പോ ഞാൻ പിടിച്ചു വെക്കുന്ന ഇതില്ല. കാരണം ഓന് വലുതായ ഒരു ലോകമൊക്കെ മെല്ലനെ മെല്ലനെ വരാനായി, സുഹൃത്തുക്കളായി. അപ്പൊ ആ ഒരു ഇതിലേക്ക് എനിക്ക് മാറുമ്പോ ഉണ്ടാകുന്ന ഒരു ടെൻഷനൊക്കെ ഉണ്ട്. ദേവു ഇന്ന് എനിക്ക് എൻ്റെ അടുത്ത് ഒരിക്കലും മാറിയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ പെൺപിള്ളേർ ഇങ്ങനെ നമ്മളെ ചുറ്റിപ്പറ്റി തന്നെ നിൽക്കും. അപ്പൊ അതിലേക്ക് എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവരെ വളർത്തിയപ്പോ ഞാൻ കുഴപ്പമില്ല, ആൺകുട്ടികൾ ഇങ്ങനെ തന്നെ തന്നെയാണ്. ഇതേ ചോദ്യം ഇങ്ങോട്ട് ചോദിക്കട്ടെ. 2 ആൺകുട്ടികളായിരുന്നു, ഇപ്പൊ ഒരു പെൺകുട്ടി വന്നു ദേവു. അപ്പൊ ഒരു പെൺകുട്ടിയുടെ അച്ഛനായപ്പോ എങ്ങനെയുണ്ടായിരുന്നു? അത് പ്രത്യേകിച്ച് പെൺകുട്ടി ആണെന്ന് ഞങ്ങൾക്ക് ആദ്യം ആഗ്രഹം ഉണ്ടായിരുന്നു, പെൺകുട്ടി വേണമെന്നുള്ള. പക്ഷേ ഇത്ര വലിയ കുട്ടി വരുന്ന സമയത്ത് അത് എന്താ പറയുക, എനിക്ക് വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവൾ എന്നെ അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളതായിരുന്നു. അത് കല്യാണത്തിന് മുമ്പേ ഈ പറഞ്ഞ പോലെ ഒരു കൊല്ലമുള്ള സമയത്ത് തന്നെ ഞാൻ എനിക്കൊന്ന് അന്ന് മോളായിരുന്നു അതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് എടുത്തിരുന്നത്. അവളാണ് എന്ത് കാര്യം ഉണ്ടെങ്കിലും എനിക്ക് മെസ്സേജ് അയക്കും, എന്നോട് ഞങ്ങളിങ്ങനെ സംസാരിക്കും. എനിക്കൊന്ന് പല കാര്യങ്ങളും അവളെ സന്തോഷങ്ങൾ സങ്കടങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ എന്നെ വിളിച്ച് പറയുന്നൊരു ഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെ നമുക്ക് എന്താ പറയുക, എനിക്ക് ഇന്നേതാണ് ഇങ്ങനെയാണെന്നുള്ള ഒരു മനസ്സിലായി. പക്ഷേ പിന്നീട് കുറച്ച് ഇതൊരു ടൈം എടുത്തു. പെൺകുട്ടികൾ എങ്ങനെ നോക്കണം, അവർക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. കാരണം ഞാനത് പലപ്പോഴും എനിക്ക് അറിയില്ല. ചിലപ്പോൾ ഞാൻ പ്രതിഭനോട് ചോദിക്കും, ഇത് ഇങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുമോ. പക്ഷേ ഗ്രാജുവലി നമ്മളെ കൂട്ടത്തിൽ വന്ന സമയത്ത് എല്ലാം ഓക്കെ ആയതാണ്. ഗ്രാജുവലി അത് ഓക്കെ ആയിട്ട് ഓക്കെ